കടന്നു പോകണമോ എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യമെന്നറിയുമോ, നിങ്ങളതേ ഉമ്മയ്യത്തിന്റെ മൃഗത്തിനെ അറുത്തു കൊടുക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങളുടെ ബലിമൃഗത്തിന് നിങ്ങൾ നന്നാക്കണേ. തീർച്ചയായും ഈ ബലിമൃഗം വെച്ചാണ്, ഈ ബലിമൃഗം കേവലം ഒരു മൃഗമല്ല, അത് നിങ്ങൾക്ക് സിറാത്ത് പാലം കടക്കാനുള്ള വാഹനമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സിറാത്ത് പാലം കടക്കാനുള്ള ഒരു വാഹനമാണ് ഏത്? ഈ ബലിമൃഗമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതുകൊണ്ടാണ് പ്രിയമുള്ള സഹോദരന്മാരെ, ഹബീബായ തങ്ങളെ ദുൽഖഅദ മാസമെത്തുമ്പോൾ സഹാബത്തുൽ കിറാമിനോട് മുന്നോട് പറയുകയാണ്, സഹാബ നിങ്ങളെ ബലിമൃഗത്തിനെ വാങ്ങി നിങ്ങളുടെ വീട്ടിൽ കെട്ടണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ബലിമൃഗത്തിനെ വാങ്ങി നിങ്ങളുടെ വീടുകളിൽ കെട്ടണമെന്ന് ഹബീബായ തങ്ങൾ ദുൽഖഅദ മാസമെത്തുമ്പോൾ സ്വഹാബത്തിനോട് അവിടുന്ന് പറയുകയാണ്. അതാണ് അലിയാർ തങ്ങൾ പറയുന്നത്. അലിയാർ തങ്ങൾ പറയുന്ന ഒരു ഹദീസിൽ കാണാം, ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ ബലിമൃഗത്തിനെ വാങ്ങാൻ വേണ്ടിയിട്ട് അവൻ മാർക്കറ്റിലേക്ക് പോയാൽ അവർക്ക് കിട്ടുന്ന പ്രതിഫലത്തിനെ പറ്റിയിട്ട് അലിയാർ തങ്ങൾ പറയുകയാണ്. ഏതെങ്കിലും ഒരു മനുഷ്യരുണ്ടല്ലോ ബലിമൃഗം വാങ്ങാൻ താൻ തന്റെ വീട്ടിൽ നിന്ന് മാർക്കറ്റിലേക്ക് പോയാൽ അവന്റേതായ ഓരോ നടത്തമുണ്ടല്ലോ, അവന്റെ ഓരോ ചവിട്ടടിക്ക് പകരമായി 10 പ്രതിഫലമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവൻ മാർക്കറ്റിലേക്ക് ബലിമൃഗം വാങ്ങാൻ വേണ്ടി പോയാൽ ഓരോ ചവിട്ടടിക്കും 10 പ്രതിഫലമാണ്. തീർന്നില്ല, അലിയാർ തങ്ങൾ പറയുകയാണ്, അവന്റേതായ 10 തിന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുകയാണ്. അവന്റേതായ 10 പ്രതിഫലങ്ങളെ 10 സ്ഥാനങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് ഉയർത്തുന്നതാണെന്ന് ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതിരങ്ങൾ തന്നെ അടർന്നു വീഴുന്ന അമൂല്യമാകുന്ന മുത്തുമണികളെ പറക്കിയെടുത്ത അറിവിന്റെ പട്ടണമെന്ന് അറിയുന്ന മഹാനാകുന്ന അലിയാർ തങ്ങൾ പറയുകയാണ്. ഏതെങ്കിലും ഒരു മനുഷ്യർ മാർക്കറ്റിൽ പോയിട്ട് ഉദയ്യത്തിന്റെ മൃഗത്തിനു വേണ്ടി വിലപേശിക്കഴിഞ്ഞാൽ അതിന്റെ ഓരോ സംസാരങ്ങളും അവർക്ക് തസ്ബീഹായിട്ട് എണ്ണമെന്ന് അവിടുന്ന് അലിയാർ തങ്ങൾ പറയുകയാണ്. മാർക്കറ്റിൽ പോയി വിലപേശിയാൽ പോലും വിലപേശുന്ന ആ വിലപേശലിന് പോലും തസ്ബീഹിന്റെ ഗുണമുണ്ടെന്നാണ്. സുബ്ഹാനല്ലാഹ് ചൊല്ലിയ അൽഹംദുലില്ലാഹ് പറഞ്ഞ, അല്ലാഹു അക്ബർ പറഞ്ഞ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ പ്രതിഫലങ്ങൾ അവനിക്ക് എഴുതുമെന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്. വഇദാ തറഹഹാ അലൽ അർളി യുരീദു ദഹബഹാ. ഏതെങ്കിലും ഒരു മനുഷ്യന് ബലിമൃഗത്തിനെ അറുക്കാൻ വേണ്ടിയിട്ട് ഭൂമിയിലേക്ക് അവരെ കിടത്തി കഴിഞ്ഞാൽ ഏഴാം ഭൂമി
ഭൂമിയിലെ അടിയിൽ വരെയുള്ള എല്ലാ ജീവജാലങ്ങളും അവനക്ക് വേണ്ടി പൊറുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എല്ലാ ഭൂമിയിലെ 7 ഭൂമിയിലെ ജീവജാലങ്ങൾ പോലും ആ മനുഷ്യന് വേണ്ടി പൊറുക്കൽ തേടുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് വീണ്ടും അവിടുന്ന് പറയുകയാണ്, വഹിദാ خلف الله بكل كثرة أشر من الملائكة. ഏതെങ്കിലും ഒരു മനുഷ്യനെ ആ ബലിമൃഗത്തിന് അറുത്ത് കഴിഞ്ഞാൽ ആ ബലിമൃഗത്തിന്റെ കരണപടങ്ങളിൽ നിന്ന് കരണഞരമ്പിൽ നിന്നും പുറത്തുവിടുന്നതായ ബ്ലഡുണ്ടല്ലോ, ഓരോ രക്തത്തിന് പകരമായി, ഓരോ രക്തത്തുള്ളിക്ക് പകരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ സൃഷ്ടിക്കുകയാണ്. എന്നിട്ട് ആ മലക്കുകളുടേതായ ജോലി എന്തെന്നറിയുക, ആ മനുഷ്യന് വേണ്ടിയിട്ട് ഖിയാമത്ത് നാൾ വരെയും ആ മനുഷ്യന് വേണ്ടിയിട്ട് പാപമോചനത്തിന് തേടിക്കൊണ്ടിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, വഇദാ അഖ്സമ ലദബഹ കാന ബികുല്ലിൽ ഉമ്മത്തി മിസ്ല റത്ബത്തിൻ വൽഇസ്മാഇ. ഏതെങ്കിലും ഒരു മനുഷ്യൻ ആ ഉദയത്തിന്റെ മൃഗത്തിനെ അറുത്ത് അതിനെ അവിടെ തന്നെ ഓരോ പിടികളായി മാറ്റിക്കഴിഞ്ഞാൽ, ഓഹരികൾ വെച്ച് കഴിഞ്ഞാൽ, ഓരോ ഓഹരിക്ക് പകരമായിട്ട് ആ മനുഷ്യന് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഇസ്മാഈൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനതയിൽ നിന്ന്, തന്റേതായ സമൂഹത്തിൽ നിന്ന്, മക്കളിൽ നിന്ന് ഓരോ മനുഷ്യരെയും വിത്തുക ചെന്നിയ പ്രതിഫലത്തിന് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഓഹരി വെച്ച് കൊടുത്താൽ അടിമയെ, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരയിലുള്ള അടിമയെ മോചിപ്പിച്ച പ്രതിഫലം കൊടുക്കുമെന്നാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, എത്ര പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത്. ചിന്തിച്ചു നോക്കിയേ. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ അവനക്ക് ഉദയ്യത്ത് അറുക്കാൻ കഴിവായി കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു മനുഷ്യന് ഉദയ്യത്തിന് അറുക്കാൻ കഴിവായിട്ടോ അവൻ ഉദയ്യത്തിന് അറുക്കില്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ഗൗരവത്തോടെ മുന്നറിയിപ്പ് നൽകുകയാണ്. سعت على أضحى ولم يضحي ولن يموت إن شاء يهوديا أو إن شاء نصرانيا. ഏതെങ്കിലും ഒരു മനുഷ്യന് ഉദയ്യത്തിറക്കാൻ കഴിവായിട്ട് അവൻ ഉദയ്യത്തിന്റെ മൃഗത്തിനെ അറുത്തില്ല എങ്കിൽ അവൻ യഹൂദിയായിട്ടോ നസ്രാനിയായിട്ടോ മരിക്കട്ടെ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ അവനക്ക് ഉദയ്യത്ത് അറുക്കാൻ കഴിവായിട്ടോ അവൻ ഉദയ്യത്ത് അറുത്തില്ല എങ്കിൽ മൻ കാന ലഹു സഅതു വലൻ യുളഹി വലാ ഫലാ യഖറബന്ന മുസല്ലാനാ. ഏതെങ്കിലും ഒരു മനുഷ്യന് ഉദയ്യത്ത് അറുക്കാൻ കഴിവായിട്ടും ഉദയ്യത്ത് അറുക്കാതെ അവൻ പെരുന്നാൾ നിസ്കാരത്തിന് വന്നാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഫലാ യഖറബന്ന മുസല്ലാനാ, അവൻ പെരുന്നാൾ നിസ്കരിക്കാൻ എന്റെ പള്ളിയിൽ വരണ്ടേ ഇല്ല എന്ന്, വരേണ്ടതില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് വീണ്ടും പറയുകയാണ്,
ഏതെങ്കിലും ഒരു മനുഷ്യന് ഉദയത്തെറുക്കാൻ കഴിവായിട്ട് അവൻ അറുത്തില്ല എങ്കിൽ അവൻ ഈമാനില്ലാതെ ചത്തുപോട്ടെ എന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞു. എന്നിട്ട് വീണ്ടും പറഞ്ഞു, ഉദയത്തെറുക്കാൻ കഴിവായിട്ടും അവൻ പെരുന്നാൾ നിസ്കാരത്തിന് വരുന്നതിന് മുമ്പ് അവൻ അറക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പ് ചെയ്തിട്ടില്ല എങ്കിൽ അവൻ പള്ളിയിലേക്ക്, എൻ്റെ പള്ളിയിൽ നിസ്കരിക്കാൻ വരണ്ട എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് അവിടുന്ന് വീണ്ടും പറയുകയാ, ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ ഉദയത്തിന്റെ മൃഗത്തിനെ അവൻ കഷ്ടപ്പെട്ട് വാങ്ങുകയും അവൻ വീട്ടിൽ വളർത്തുകയും അതിന് ഭക്ഷണങ്ങൾ കൊടുക്കുകയും അതിനു വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു കൊടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് കൊടുക്കുന്ന മറ്റു പ്രതിഫലങ്ങളെ പറ്റി അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ, അൽ ബറകതു മിൻ ഇൻദിഹി, അവന്റെ ആയുസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്തിനെ കൊടുക്കുന്നതാ. വസിയാദതു ഫീ മാലിഹി, അവന്റേതായ സമ്പത്തിനെ അല്ലാഹു വർദ്ധിപ്പിക്കുന്നതാ. വയഹ്ഫദു മിൻ ഇയാലിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കുടുംബത്തിനെ സംരക്ഷിക്കുന്നതാ. വതഗ്ഫീറു അവന്റെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നതാ. വതസ്ദീഖു ഫീ ഹസനാതിഹി, അവന്റേതായ സൽക്കർമ്മത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിക്കുകയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മുടേതായ പള്ളികളിലും ഉദയത്തിന്റെ കർമ്മമായി ഞാനും നിങ്ങളും മുന്നോട്ട് വരണം. ആരാണ് ഉദയത്ത് അറക്കേണ്ടതെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ആരാണ് ഇനി ഉദയത്ത് ഇറക്കേണ്ടതെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞത്? ഒരു മനുഷ്യന്റെ പെരുന്നാൾ ദിവസത്തിന്റെ ചിലവ് കഴിഞ്ഞ് അവന്റെ ബാക്കിയുള്ള പൈസയിൽ ഉദയത്തിറക്കാൻ ആർക്കെങ്കിലും കഴിവായാൽ ആ മനുഷ്യനാണ് ഉദയത്തിന് അവിടുന്ന് അർഹനെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഷാഫി മദ്ഹബിലെ മുഅക്കിദായ സുന്നത്ത് മുഅക്കിദാണ് ഏത്? ഉദയത്തറുത്ത് കൊടുക്കൽ ഷാഫി മദ്ഹബിൽ സുന്നത്ത് മുഅക്കിദാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ഉദയത്തിന് അറക്കാൻ വേണ്ടിയിട്ട് കഴിവുള്ളവർ മുന്നോട്ട് വരണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു ഷെയറിന് ഉദയത്ത് ഇപ്പോൾ വെച്ചിരിക്കുന്നത് 10,000 രൂപയാണ് കമ്മിറ്റി വെച്ചിരിക്കുന്നത് ഉദയത്തിൽ. അത് അങ്ങോട്ടും കൂടാ, ചിലപ്പോൾ കുറയുകയും ചെയ്യാം. 7 പേര് ഒരുമിച്ചിട്ട് വേണമെങ്കിൽ അറക്കാം. 3 പേരായാലും ശരി, 5 പേരായാലും ശരി. ഒറ്റയ്ക്ക് കഴിവാണെങ്കിൽ അങ്ങനെയും അറക്കാവുന്നതാണ്. 7 പേരെ വെച്ച് ഒരു മാടിനെ പറ്റും. ഇനി ഒരു മനുഷ്യന് ഒറ്റയ്ക്ക് അറക്കാൻ കഴിയുമെങ്കിൽ അവൻ എന്ത് ചെയ്യുക? ആടിനെ അറക്കാൻ പറ്റുമെങ്കിൽ അവൻ ആടിനെ മേടിച്ചു കൊടുത്ത് അറക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇനി അതല്ല 2 പേരായിട്ടാണ് അറക്കാൻ കഴിയുന്നതെങ്കിൽ ഒരു മാടിനെ മേടിച്ച് അറക്കണം. ഷെയർ കൂടുമ്പോൾ മാടിനെ ആയിരിക്കണം. ഒറ്റയ്ക്കാണെങ്കിൽ ആടിനെയും അറക്കാം, മാടിനെയും അറക്കാവുന്നതാണ്.